ഇന്ന് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ബിരിയാണി തട്ടിക്കൂട്ടാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞുതരാം. നെയ്യ് ഒഴിക്കുക, ആവശ്യത്തിനുള്ള സ്പൈസസ് ഇടുക, സവാള ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആക്കിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. എനിക്ക് ഇടയ്ക്ക് ഉണ്ടാക്കിയ ബിരിയാണി കഴിക്കാൻ തോന്നുമ്പോൾ ഞാനിവിടെ ഇത് ഉണ്ടാക്കിയിട്ടാട്ടോ കഴിക്കാറുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ പൊടികളെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് എടുക്കുക. ഇതിലേക്ക് ലെമൺ ജ്യൂസും തൈരും കൂടെ ആഡ് ചെയ്യണം. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ തക്കാളിയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ലാസ്റ്റ് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഈ ചിക്കൻ ഒന്ന് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ചിക്കൻ ഒന്ന് ഏകദേശം വേവായതിൻ്റെ ശേഷം ബിരിയാണിക്ക് നമ്മൾ ഏത് റൈസാണോ യൂസ് ചെയ്യണത് അതും കൂടെ ഇട്ടിട്ട് നല്ലോണം വേവിക്കുക കേട്ടോ. ബിരിയാണി ഇവിടെ തകൃതിയായിട്ട് നടക്കുമ്പോഴായിരുന്നു എൻ്റെ കൈ ഒന്ന് മുറിഞ്ഞത്. ഞാൻ അപ്പുറത്ത് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോയതായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൈ ഒന്ന് മുറിഞ്ഞിട്ട് പോയി. അത് എപ്പോഴാണെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റും അടുക്കളയിൽ കയറുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മളുടെ ബിരിയാണി. ഈ അച്ചാർ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ എന്താണെങ്കിലും മടി പിടിച്ചിരിക്കുമ്പോൾ ബിരിയാണി നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.